പറഞ്ഞു കേട്ടും കണ്ടും അനുഭവിച്ചതുമായ കാര്യമാണ് വയനാട് ചുരത്തിലെ ഗതാഗതക്കുരുക്ക്. അവധി ദിനങ്ങളിലും വീക്കെൻഡിലും ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ വയനാട് ചുരത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന ചിന്ത എത്തി നിൽക്കുന്നത് തുരങ്കപാതയിലാണ്. അതുകൊണ്ട് തന്നെ തുരങ്കപാതയുടെ ഓരോ അപ്ഡേറ്റും മലയാളികൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ്. ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി പ്രവർത്തകർ, ജനപ്രതിനിധികൾ, IAS ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അടങ്ങുന്ന സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ കോഴിക്കോട്, വയനാട് ജില്ലകളുടെ സമഗ്രമായ വികസനത്തിനുതകുന്ന ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കാനാകും എന്നാണ് വിവരം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സ്ഥലം ഏറ്റെടുപ്പ് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയാണ്. 10 മീറ്റർ വീതമുള്ള 4 വരിയായാണ് പാത. 300 മീറ്റർ ഇടവിട്ട് ക്രോസ് വേകൾ ഉണ്ടാകും. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഗതാഗതം നിലയ്ക്കാതിരിക്കാനാണത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത. മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നിടത്ത് നിന്നാണ് തുരങ്കം ആരംഭിക്കുക. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ഇരട്ട തുരങ്കപാത. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 93.12 കോടി ചിലവിൽ ആർച്ച് പാലവും 4 വരി സമീപന റോഡും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. 2 ഘട്ടമായാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. പാതയ്ക്ക് 2138 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി 2020 ഒക്ടോബർ 5-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. 4 വർഷത്തിനകം തുരങ്കപാത പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17 ഹെക്ടറിൽ വനം ഒരുക്കണമെന്ന നിബന്ധനയോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുരങ്കപാതയ്ക്ക് പ്രാഥമിക അനുമതി നൽകിയത്. 34.31 ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുക. വനഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തികൾ പരമാവധി ഒഴിവാക്കും. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം നൽകാനുള്ള ഭൂമി വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിലെ ചുള്ളിക്കാട്, കൊല്ലിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിലായാണ് 17.263 ഹെക്ടർ ഭൂമിയിൽ മരം നടുക. ഇത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്യും. വയനാട്ടിൽ ഉൾപ്പെടെയുണ്ടായ ഉരുൾപൊട്ടൽ പദ്ധതിക്ക് അനുമതി ലഭിക്കാനുള്ള കാര്യത്തിൽ ആശങ്ക ഉയർത്തിയെങ്കിലും ടൗൺഷിപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമായതോടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഇനി കാലതാമസം വേണ്ട എന്നാണ് തീരുമാനം.